ശ്രീ എം കെ ഹരിദാസ്, അസ്വാഭാവികമായിട്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ കെ എം ആൻ്റണി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതുപോലുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഷാജഹാൻ ഒരു അഭിഭാഷകനാണ്, മാത്രമല്ല ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന പഠിച്ച ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അവതരിപ്പിച്ചു. എന്തു തോന്നുന്നു താങ്കൾക്ക്? ഞാനിതിനു മുമ്പ് ശ്രീ അനിൽ നമ്പ്യാർ നയിച്ച 2 ചർച്ചകളിലും മറ്റൊരു ചാനലിലെ ഒരു 4-5 ചർച്ചകളിലും ഈ നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിടത്ത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞതാണ്. ആ ദുരൂഹതയുടെ സത്യസ്ഥിതിയൊക്കെ പുറത്തു വരേണ്ടത് ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ് എന്ന നിലയ്ക്ക് ഇവിടെ റിട്ടയേർഡ് SP പറഞ്ഞിട്ടുള്ള വാദഗതികളും അതുമാതിരി തന്നെ അദ്ദേഹം നിരത്തിയിട്ടുള്ള നമ്മൾ പറയില്ലേ തെളിവുകൾ എങ്ങനെ ശേഖരിക്കണം, എങ്ങനെയാണ് ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഇത് കൂടുതൽ ദുരൂഹതയിലേക്ക് ഈ മരണം കൊണ്ടുചെന്ന് എത്തിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ കൂടിയിട്ട് ഒരു തൂങ്ങി മരണം നടന്നൊരു സ്ഥലത്ത് ഒരു യുവതിയുടെ ഭർത്താവിൻ്റെ പീഡനം സഹിക്കുക വയ്യാതെ ആ സ്ത്രീ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ബോഡി താഴത്തേക്ക് ഇറക്കാനും കാരണം അവരുടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് അവരുടെ ശരീരത്തിലുണ്ട് എന്ന് അറിയാമായിരുന്നു. അപ്പോൾ വളരെ തിടുക്കപ്പെട്ട് നിന്നപ്പോൾ ഗുരുവായൂർ പോലീസാണ് അതിൻ്റെ പ്രേത വിചാരണ നടത്തുന്നത്. അവർ ഒരു കാരണവശാലും ബന്ധുക്കൾ വരാതെ, കാരണം ആ പെൺകുട്ടിയുടെ ഇതേമാതിരി തന്നെ 100-200 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാരുണ്ടായിരുന്നത്. അവർ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം വളരെ തിരക്കേറി അത് വീട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടും കളക്ടറുടെ ഞാനിവിടെ ഇല്ലേ എന്നുള്ള ആ പാഴ്ചോദ്യത്തിന് പേരിൽ അത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തി എന്നുള്ളത് അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരണം. നമുക്ക് ഈ കേസിലത്തെ ഏറ്റവും വലിയൊരു കൾപ്രേറ്റായിട്ട് നിൽക്കുന്ന ഈ കളക്ടർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ മരണത്തിലെ, അത് ഞാൻ വിശ്വസിക്കുന്ന തൂങ്ങി മരണമാണെങ്കിൽ പോലും അതിൽ ഈ കളക്ടർക്കുള്ള പങ്കിനെ കുറിച്ചിട്ട് ഒരു അന്വേഷണവും നടക്കാത്തതും, ഇദ്ദേഹം ഈ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി, അവരുടെ കുടുംബം വർഷങ്ങളായിട്ട് CPMൻ്റെ പ്രവർത്തകരായിരുന്നു എന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അമ്മ പഞ്ചായത്ത് മെമ്പറാണെന്ന് പറയുന്നു. അപ്പോൾ CPMനോട് അങ്ങേയറ്റം കൂറു പുലർത്തുന്ന ആ കുടുംബത്തിലെ ഈ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി പ്രതിദാനം ചെയ്തിരുന്ന ട്രേഡ് യൂണിയൻ, NGO യൂണിയൻ ഈ കാര്യത്തിൽ തുടരുന്ന മൗനം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല കേട്ടോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആധികാരികമായി പറയാനുള്ളത് എല്ലാം തന്നെ എനിക്ക് മുൻപ് സംസാരിച്ചവർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ NGO യൂണിയൻ തങ്ങളുടെ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള, അത് കൊലപാതകമാകട്ടെ തൂങ്ങിമരണമാവട്ടെ, അതിൽ ഈ NGO എന്ന് പറയുന്ന യൂണിയൻ്റെ നിലപാട് എന്നെ അങ്ങേയറ്റം അതിശയിപ്പിക്കുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? എന്താണ് അവർ ഈ കാര്യത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എന്ന ചോദ്യം അങ്ങേയറ്റം അവിടേക്കാണ് നമുക്ക് ഈ പറഞ്ഞതുമാതിരി തന്നെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഇതിൽ എത്രത്തോളം ഈ വിഷയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങനെയാണ്. പിന്നെ അടുത്തത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാനും അത് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു നമ്മൾ പറയില്ലേ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അറിവ് എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ മലയാളത്തിലെ ശ്രീ അനിൽ നമ്പ്യാരുടെ സ്റ്റുഡിയോയിൽ നിന്ന് അയച്ചു തന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ മരണം ഒരു ദുരൂഹത നിറഞ്ഞ തൂങ്ങി മരണമല്ലെങ്കിൽ ഇനി എന്താണ് ശ്രീ അനിൽ നമ്പ്യാർ നമുക്ക് മുമ്പിലുള്ള വഴി? കാരണം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സത്യമാണെങ്കിൽ പെൺകുട്ടി ചിതയ്ക്ക് തീ കൊളുത്തുന്ന ഒരു ഭാഗം നമ്മൾ TV കണ്ടത് കൊണ്ട് ഈ മൃതദേഹം കത്തിച്ച് കളഞ്ഞു. ഇനി ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യില്ലെന്ന് ഒരു ഉറപ്പ് വരുത്താൻ, ഈ മൃതദേഹം കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ കുടുംബക്കാരാണ് തീരുമാനിച്ചതെങ്കിൽ അതിൽ യാതൊരുവിധ വിരോധവുമില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സ്ഥിതിക്ക് കുടുംബാംഗങ്ങൾക്ക് ഈ മൃതദേഹം കത്തിച്ച് കളയാതെ ഒരു കുറച്ച് ദിവസമെങ്കിലും സൂക്ഷിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രത്തോളം ദുരൂഹത ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ട് റിട്ടയേർഡ് SP പറഞ്ഞ കാര്യങ്ങളും അതുമാതിരി തന്നെ നമ്മൾ പുറമേ നിന്ന് അറിയുന്ന കാര്യങ്ങളും വെച്ചിട്ട് ഈ മൃതദേഹം ഇവിടെ ആലപ്പുഴയിലെ ഒരു വ്യക്തി 10-16 കൊല്ലം സ്വന്തം മകൻ്റെ മൃതദേഹം ഒരു രാസലായനിയിലിട്ട് സൂക്ഷിച്ചില്ല, ഇതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരണമെന്ന് പറഞ്ഞിട്ട് ഒരു സത്യസ്ഥിതി പുറത്തു വന്നില്ല, ഒന്നുമില്ല. പക്ഷേ കുറച്ച് ദിവസം
ഈ മൃതദേഹം സൂക്ഷിക്കേണ്ടതൊരാവശ്യമാണ് എന്ന ബോധത്തിൽ ആ മൃതദേഹം സൂക്ഷിക്കപ്പെടാതെ പോയത് ഇത് ദുരൂഹമരണം, അതായത് ഇത് തൂങ്ങിമരണമല്ല, ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ അത് പ്രതികൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമാകുന്ന ഒരു രീതിയായില്ലേ എന്നുള്ളതാണ് എനിക്ക് ഒരു സംശയമായിട്ട് വരുന്നത്. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എത്ര ഉന്നതരായിട്ടുള്ള നമ്മൾ പറയില്ലേ ഡോക്ടർമാരെ പോസ്റ്റ്മോർട്ടം ചെയ്താലും അതിൽ തെറ്റ് പറ്റുമെന്നുള്ളത് ഗോവിന്ദച്ചാമിയാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് വധിക്കപ്പെട്ട തൃശ്ശൂരിലെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു ഉന്മേഷ് എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. ആ ഉന്മേഷ് എന്ന് പറയുന്ന ഡോക്ടർ അത് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര സജീവമായിരുന്നില്ലെങ്കിൽ പോലും ആ ഉന്മേഷ് എന്ന് പറയുന്ന ഡോക്ടറെ അങ്ങേയറ്റം അത് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള നിലയ്ക്ക് അങ്ങേയറ്റം നമ്മളിതായി. പിന്നീട് അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും തയ്യാറാക്കിയത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു ഫോറൻസിക് വിദഗ്ധയായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ ആ കേസ് പോയപ്പോൾ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഒഴിവായത് എങ്ങനെയാണ് ശ്രീ അനിൽ നമ്പ്യാർ? അതായത് എന്തോ ഒരു ചെരിച്ച് കിടത്തൽ. എനിക്കിപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള, ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് വളരെ വൈകിട്ടാണ് എന്നെ വിളിച്ചത്, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ റെഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ചെരിച്ച് കിടത്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ പറ്റാത്ത കാര്യമോ മറ്റോ പറഞ്ഞത് ഈ സംഗതി തന്നെയാണ് ഈ ഉന്മേഷ് എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളെ കണ്ണടച്ചുകൊണ്ട് നമുക്കതിനെ മുഴുവൻ ഇതാണ് സത്യസ്ഥിതി എന്ന് വിശ്വസിക്കണമെന്ന് ഞാൻ യാതൊരു കാരണവശാലും പറയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തവർക്ക് തെറ്റുപറ്റാം, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരെ സ്വാധീനത്തിൻ്റെ പേരിൽ തെറ്റ് പറ്റിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ തന്നെ നമുക്കിനി ആശിക്കാനുള്ളത് ഈ കേസ് കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് കേരള പോലീസ് അല്ലാത്തൊരു ഏജൻസി അന്വേഷിച്ചുകൊണ്ട് ഇതിലത്തെയൊക്കെ ദുരൂഹത പുറത്തു വരണം എന്നുള്ളതാണ്. അതിന് നമുക്ക് അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു. ഒരു മാസത്തിനുള്ളിൽ ഹൈക്കോടതിയുടെ വിധി വരും. പക്ഷേ ആ വിധി പൂർണ്ണമായിട്ടും ഒരു CBI അന്വേഷണത്തിലേക്ക് പോകുമോ എന്നുള്ളത് കേസെടുത്ത കോടതിയുടെ കുറേ ചോദ്യങ്ങളിലൂടെ നമുക്കൊക്കെ അങ്ങേയറ്റം ആകാംക്ഷ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഈ പറയുന്നത് കൊലപാതകമല്ല എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ്റെ മരണത്തിൽ ദുരൂഹത തീർത്തു കൊടുക്കേണ്ടത്, ആ കുടുംബത്തോട് തീർത്തു കൊടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അവരെ ഈ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള രീതിയോട് അങ്ങേയറ്റം വിയോജിപ്പുണ്ട് എന്നാണ് എനിക്ക് ഈ ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്.